ഈ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഈ പള്ളിയുടെ മുന്നിലത്തെ കവാടമാണ്. ആ കവാടത്തിനുള്ളിലോട്ട് ചെന്ന് പള്ളിയിലേക്കാണ് പ്രവേശിക്കുന്നത്. പള്ളിയുടെ മുൻവശത്തെ നിര പഴയ പള്ളിയുടെ അതിൽ നിന്നൊരു മാറ്റവും വരുത്താതെ നിർത്തിയേക്കുന്നു. ഇതിനെ 3 പള്ളിയായി തന്നെയാണ് നിലനിർത്തിയേക്കുന്നത്. ഒന്ന് ആ നടുക്ക് കാണുന്ന മദ്ബഹായും സൈഡുകളിൽ 2 ഇടത്തും വലത്തുമായി കാണുന്ന 2 മദ്ബഹായും ഇതിനുണ്ട്. അതൊരു എല്ലാ പള്ളിയിൽ നിന്നും മാറ്റി നിർത്തുന്ന മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെയാണ് ഈ ഹാൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ മുകളിൽ സ്റ്റേജുകളും കാര്യങ്ങളും ഇവിടുത്തെ ലേലം വിളികൾ കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് റാസയും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുരിശടിയും കാര്യങ്ങളും എടുക്കാനായിട്ട് ഈ കാണുന്ന കുരിശുകളാണ് എടുക്കുന്നത്. ഒരുപാടുണ്ട്. ഓരോരുത്തരുടെയും സംഭാവനയായിട്ട് നൽകിയ കുരിശുകളാണിതെല്ലാം. നേർച്ചകളായിട്ട് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ആംബുലൻസ് സഹിതമുണ്ട് ഇവിടെ ഈ പള്ളിക്ക്. ഇത് വന്നൊന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ മാതാപിതാക്കളെ കൊണ്ട് പോകുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഉദിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷവും ദൈവാനുഗ്രഹവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയാണ്. ആ ഉമ്മൻചാണ്ടി സാറ് ഉറങ്ങുന്ന കല്ലറയിലേക്ക് നമ്മൾ അതോടൊന്ന് കാണിച്ച് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് കാണാനുണ്ട്. എല്ലാ ആളുകളും വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ പള്ളിയിലേക്ക് വന്ന് കാണേണ്ടതാണ്. ആ കല്ലറകളിലേക്കാണ് ഞാൻ പോകുന്നത്. പള്ളിയുടെ സൈഡുകളിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി സാറിനെ ഉറക്കിയേക്കുന്നത്. ആ കല്ലറയുടെ മുന്നിൽ തിരി കത്തിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ടും എല്ലാം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ മനുഷ്യൻ സത്യമായ നീതിമാനായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ തിരി കത്തിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് പേരാണ് ഇവിടെ വന്നു പോകുന്നത്. മറ്റ് ശവക്കോട്ടുകളൊക്കെ ഇതിൻ്റെ പുറകിലായിട്ട് വരും. ഇവിടുന്ന് ഇങ്ങനെ ഇതിൻ്റെ അവിടെയും ഒരു പോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പടം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ശവക്കോട്ടയുടെ അകത്തേക്ക് കയറുന്ന കവാടത്തിൻ്റെ ഒരു കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെ ശവക്കോട്ടുകളുടെ ഇവിടുത്തെ ആളുകളുടെ പിതാക്കന്മാരെ അടക്കിയേക്കുന്നതായ ശവക്കല്ലറകളാണ് ഈ കാണുന്നത്. ഇവിടുത്തെ സഭയുടെ ആളുകളെ ഇതിൻ്റെ പുറകിലാണ്. ഈ പള്ളിയുടെ പുറകുവശമാണ്, അതായത് കിഴക്ക് വശം. ഈ കിഴക്ക് വശത്താണ് ഉമ്മൻചാണ്ടി സാറിനെ അടക്കിയേക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ വലത്തെ സൈഡിലാണ് ഈ കൗണ്ടർ, അതായത് കുർബാനപ്പണം, നേർച്ചപ്പണം, അടിമപ്പണം ഇതൊക്കെ നമുക്ക് അടയ്ക്കാനുള്ള ഓഫീസുകളും കാര്യങ്ങളുമൊക്കെ വലത്തെ സൈഡിലാണ്. ഈ വലത്തെ സൈഡിൽ കാണുന്നതാണ് അതിനെ മൊത്തം ഓഫീസുകളും അച്ഛന്മാരുടെയും തിരുമേനിമാരുടെയും ഒക്കെ ഓഫീസുകളും അവരുടെ റൂമുകളും ഇവയെല്ലാം മുകളിലാണ്.
ഇവിടെ എഴുതിയിട്ടുണ്ട് ഞായറാഴ്ച 6 മണിക്ക് വിശുദ്ധ കുർബാന വിശുദ്ധ മൂന്നുമേൽ കുർബാനയും മൂന്നുമേൽ നേർച്ചയും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മൂന്നുമേൽ കുർബാനയൊക്കെ കുടിവെള്ളം, ഓഫീസ്, കൗണ്ടർ ഇവയെല്ലാം പള്ളിയുടെ വലത്തെ സൈഡിലുള്ള ഒരു മദ്ബഹായും കാര്യങ്ങളും അവിടെ ഒരു പള്ളിയായിട്ട് തന്നെയാണ്. 3 പള്ളികൾ ഒരുമിച്ചിരിക്കുന്നതാണ് നമ്മുടെ പുതുപ്പള്ളിപ്പള്ളി, ഗീവർഗസാദയുടെ നാമത്തിലുള്ള ഈ പള്ളി. അപ്പോൾ ഈ പള്ളിയിൽ വന്ന് നിങ്ങളെല്ലാവരും കുർബാനകളോ മറ്റുള്ള കാര്യങ്ങളോ അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്ത് പോകാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ തേടിയെത്തുന്ന ഓരോ ആളുകൾക്കും ഓരോ പിതാക്കന്മാർക്കും നമുക്ക് അർപ്പിക്കാൻ കഴിയുന്ന ഒരു പള്ളിയും കൂടാണ്. ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ് ഓരോ പള്ളികളിൽ ഇന്ന പള്ളികളിൽ ഇനി പോകണമെന്നുള്ളത്. അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹവും കൂടിയാണ്. അപ്പം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ അപ്പനമ്മമാരെയും എല്ലാവരെയും കൊണ്ടുവന്ന് ഈ പള്ളിയിലൊന്ന് കണ്ട് അവർക്ക് ദൈവത്തോട് നല്ല രീതിയിലായിട്ട് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതും ദൈവം അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുവാനും വേണ്ടിയിട്ട് ഞാൻ ദൈവത്തോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. അടുത്ത വീഡിയോ കാണാം.